എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിൽ ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമാധാനപരമായി മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ മേഖലയെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സമരത്തിന് വരുന്നത്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. അസത്യം പ്രചരിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രി പിന്തിരിയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. NSSന് അനുകൂലമായ സുപ്രീംകോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്ന് ജനറൽ സെക്രട്ടറി ജോസ് കുട്ടി പറഞ്ഞു. വളരെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്തെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. പിന്നെ അതൊന്നും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സമയത്തിന് കോടതിയിൽ പോകാതെ അവസാനം കുറ്റം കൊണ്ട് ഗവൺമെൻറ്റിലെ ചാരി ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെൻറ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകളോട് വിവേചനം കാണിക്കുന്നതിനുള്ള ന്യായീകരണമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മന്ത്രി പറയുന്നത്. ഇതിനെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായി അപലപിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ മന്ത്രി സത്യസന്ധമായ നിലപാടെടുക്കുകയും ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ നിന്നും അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അധ്യാപകർക്ക് 6-7 വർഷമായി ശമ്പളം കിട്ടാത്തതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും മന്ത്രിയുടെ പ്രസ്താവനയിലെ തെറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. വിജിൻ വായന്തോടെ കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് അഗ്രസീവായ സമീപനം എടുക്കുകയാണ്, എന്താണ്? ഇക്കാര്യത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. അതാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത്. ഒരു തരത്തിലും ഇത്തരത്തിൽ മാനേജ്മെന്റുകൾ നടത്തുന്ന ഒരു സമ്മർദ്ദത്തിന് അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ആ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി കുറച്ചുകൂടി കണിശമായി കർക്കശമായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും ഇത്തരം നിലപാടുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഈ വിമോചന സമരകാലത്ത് ഉണ്ടായതുപോലുള്ള സമരം നടത്തിയതുകൊണ്ട് ഇക്കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു സമരം നടത്തി സർക്കാരിനെ പരാജയപ്പെടുത്താം, പിന്തിരിപ്പിക്കാം എന്ന് കരുതേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ NSS നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചാണ് NSSന് അനുകൂലമായ വിധി ഉണ്ടായത്. അതുപോലെ കഴിഞ്ഞ 4 വർഷമായി സുപ്രീം കോടതിയിൽ നിന്ന് വിധി സ്വരൂപിക്കുന്നതിന് പകരം സർക്കാരിനെ അവസാന വർഷം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി സർക്കാരിനെതിരെ സമരം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പിന്തിരിപ്പിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ നിലപാട് വി ശിവൻകുട്ടി സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ ക്രിസ്തീയ മാനേജ്മെന്റ് ഇതിനെതിരായ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രൈവറ്റ് മാനേജ്മെന്റ്, എയ്ഡഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ പ്രതിഷേധ സമരമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ഈ പ്രതികരണമൊക്കെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും മന്ത്രി വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് പ്രൈവറ്റ് സ്കൂളുകൾക്ക് വേണ്ടി, മാനേജ്മെന്റുകൾക്ക് വേണ്ടി പോകേണ്ടത് അത് സർക്കാരല്ല, അവർ തന്നെയാണ്. അവർ അങ്ങനെ ഒരു വിധി സ്വരൂപിച്ച് വന്നാൽ അപ്പോൾ നടപ്പിലാക്കാം എന്നുള്ളതാണ്. ഏകദേശം 5000-ഓളം ഒഴിവുകൾ നിലവിൽ ഭിന്നശേഷി വിഭാഗത്തിനായി ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആകെ 1500 ഒഴിവുകൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ള നിലപാടാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുന്നത്.